യമനിലെ ഹൂത്തി വിമതരും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തെഹ്റാനുമായുള്ള ആക്രമണങ്ങളിൽ ഹൂത്തികൾ സംയുക്ത സഹകരണം പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമായാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഹൂത്തികൾ ഇസ്രായേലിലെ ജാഫയിൽ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതായി ഹൂത്തി സൈനിക വക്താവ് യഹിയ സരിയ ടെലിവിഷൻ പ്രസംഗത്തിൽ വ്യക്തമാക്കി. വിശദമായി നോക്കാം. അടിച്ചമർത്തപ്പെട്ട ഫലസ്തീൻ ഇറാൻ ജനതകൾക്ക് വേണ്ടിയുള്ള വിജയം. യഹിയ സരിയയുടെ വാക്കുകൾ ഇങ്ങനെ തുടങ്ങുന്നു: ഇസ്രായേലിനെതിരെ ഇറാനിയൻ സൈന്യം നടത്തിയ പ്രവർത്തനങ്ങളുമായി ഏകോപിപ്പിച്ചാണ് ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിൽ നിന്നും യമനിൽ നിന്നും മിസൈലുകൾ വിക്ഷേപിച്ചതിനെ തുടർന്ന് ഇസ്രായേലിൽ നിരവധി പ്രദേശങ്ങളിൽ സൈറണുകൾ മുഴങ്ങിയതായി ഇസ്രായേൽ സൈന്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. വെള്ളിയാഴ്ച ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയ സൈനിക ആക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ മിസൈൽ ആക്രമണങ്ങൾ തുടരുകയാണ്. ഹൈഫയും തെല്ലവീവും ഉൾപ്പെടെ ഇസ്രായേലിലുടനീളം ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചു. ഇസ്രായേൽ കുറഞ്ഞത് 10 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഇതിന് പിന്നാലെയാണ് ഹൂത്തികളുടെ ആക്രമണം. ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളും ഫലസ്തീൻ 2 എന്ന് പേരിട്ട മിസൈലുകളുമാണ് ഉപയോഗിച്ചതെന്ന് ഹൂത്തികൾ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച ഒരു മിസൈൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിൽ പതിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. എന്നാൽ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂത്തികൾ ഏറ്റെടുത്തിട്ടില്ല. ഹൂത്തികളെ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി യമനിൽ നടന്ന ഇസ്രായേൽ ആക്രമണം ഹൂത്തി സൈനിക മേധാവി മുഹമ്മദ് അൽ ഗമാരിയെ ലക്ഷ്യം വെച്ചായിരുന്നുവെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആക്രമണം നടന്ന സമയത്ത് അൽ ഗമാരി മറ്റ് ഹൂത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നുവെന്ന് ചില ഹീബ്രു മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അൽ ഗമാരിയുടെ കമാൻഡർ ആസ്ഥാനത്തിന് നേരെയായിരുന്നു ആക്രമണം. സംഭവത്തിന് ശേഷം ഹൂത്തികൾ പ്രദേശത്തെ റോഡുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഹൂത്തികളുടെ മിസൈൽ പ്രോഗ്രാമിനെ മേൽനോട്ടം വഹിക്കുന്നത് ഇറാനിൽ നിന്ന് പരിശീലനം നേടിയ അൽ ഗമാരിയാണ്. ഈ വധശ്രമത്തിന് പ്രതികാരം എന്ന രീതിയിലാണ് ഇറാനുമായി ചേർന്ന് ഇസ്രായേലിനെതിരെ നിലവിലെ ആക്രമണം നടക്കുന്നത്. അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് മരണം, ജൂതന്മാർക്ക് ശാപം എന്ന മുദ്രാവാക്യം ഉയർത്തി ഹൂത്തികളും ഇറാനൊപ്പം ചേർന്നതോടെ ഇസ്രായേലിന് മുന്നിലുള്ള പ്രതിസന്ധിയുടെ ആക്കം കൂടുകയാണ്. ഗസ ആക്രമണത്തിന് പിന്നാലെ 2023 നവംബറിൽ ഇസ്രായേലിനെതിരെ ആരംഭിച്ച ആക്രമണം വെടിനിർത്തൽ കരാറിനെ തുടർന്ന് 2025 ജനുവരിയിലാണ് ഹൂത്തികൾ അവസാനിപ്പിച്ചത്. അതിനോടകം ഇസ്രായേലിന് നേരെ 40-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഡസൻ കണക്കിന് ആക്രമണ ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഹൂത്തികൾ പ്രയോഗിച്ചിരുന്നു.